ഹലോ, അസ്സലാമു അലൈക്കും. ഹൗ ആർ യു? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ പ്രകാശം പ്രകാശം നമ്മളിപ്പം പ്രകാശം ഉണ്ടാകുമ്പോൾ നമുക്ക് കാണുന്നത്, നമ്മൾ കണ്ണ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചപ്പം നമ്മൾ ഭൂമിയായിട്ട് ഇൻ്റർഫേസ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് നമ്മളെ ബോഡി, അല്ലേ? അപ്പോൾ അതിൽ ഈ പ്രകാശം എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ പ്രകാശം എല്ലായിടത്തും പ്രകാശമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്പേസിലേക്ക് പോയാൽ അവിടെ പ്രകാശം ഉണ്ടാവും, ഇല്ലേ? അവിടെ ഇരുട്ടാണ്. സ്പേസിലേക്കാണ് ദൂരം പോയാൽ പിന്നെ അടുത്ത സൗരയൂഥം വരുന്നവരെയുള്ള സ്ഥലങ്ങൾ എം ടി ആണ്. അവിടെ വെളിച്ചമില്ല, ഒന്നുമില്ല. അവിടെ അന്തരീക്ഷമില്ല, മനസ്സിലായില്ലേ? അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ ഈ ബോഡിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ഇതിൽ ക്വാണ്ടം ഫിസിക്സിലെ പുതിയ നിഗമനം എന്താ വെച്ചാൽ, നമ്മൾ മരിച്ചാലും നമ്മൾ മരിച്ചു വന്ന ആ പ്രോസസ് ഉണ്ടല്ലോ, അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇല്യൂഷൻ മാത്രം. ശരിക്കും നമ്മൾ മരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മളെ ബോഡി, പേടിക്കണ്ട, നമ്മളെ ബോഡി ഈ ഭൂമിയായിട്ട് ഇന്റർഫേസ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. ആ ബോഡിയാണ് പോകും. പക്ഷെ നമ്മളപ്പോൾ തന്നെ വേറൊരു യൂണിവേഴ്സിലേക്ക് നടന്നാണ്ട് കയറി പോകുന്ന ഒരേ നിഗമനം, അതായത് ക്വാണ്ടം ഫിസിക്സിന്റെ. ഇതൊരു വെറുതെ ഇങ്ങനെ ഭാവനയിൽ പറഞ്ഞതല്ല, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് ഒരു പ്രൂഫോട് കൂടിയാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായി ചെയ്ത് നോക്കുമ്പോൾ മരിച്ചാലോ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മരിച്ചാലും, നമ്മൾ ഇസ്ലാമിലൊക്കെ പറഞ്ഞ അങ്ങനെ തന്നെ, ഇസ്ലാമിൽ മരിച്ചാലും അതൊരു അവസാനിക്കുന്നില്ല, പിന്നെ നമ്മൾ വേറെ ലോകത്ത് ജീവിക്കും എന്നുള്ള പറഞ്ഞത്, അല്ലേ? അതേ കാര്യം തന്നെയാണ് ഫിസിക്സിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്വാണ്ടം ഫിസിക്സിന്റെ നിഗമനം. ഈ കാര്യങ്ങൾ വളരെ ആയിരക്കണക്കിന് കൊല്ലം പല ബുദ്ധിജീവികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ ഈ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ അവർക്ക് ആവശ്യമില്ല. ഇപ്പൊ പ്രൂവ് ചെയ്ത് ഇപ്പൊ ഈ 2025 നോബൽ സമ്മാനം കിട്ടിയില്ലേ, അവരൊക്കെ ഇതിന് ഈ ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ പല നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ശരി. അപ്പൊ നമ്മളിപ്പം ഞാൻ പറഞ്ഞത് ഈ പ്രകാശം, നമ്മളിപ്പം പിന്നെ ഇവിടെ നമ്മളെ ഭൂമിയിൽ പ്രകാശം നമ്മൾ കാണുന്നത്, ഈ കാണാന്നുള്ള നമ്മളെ കണ്ണിന്റെ ഒരു 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 ഫോർ എക്സാമ്പിൾ, നമ്മൾ പല കളറുള്ള പൂവുകളും കാണും, അല്ലേ? ഈ കളറുള്ള പൂവുകളൊക്കെ കാണാൻ അതിന് കളർ അവിടെ ഉണ്ടോ? ഇല്ല. അതെങ്ങനെ വെച്ചാല് നമ്മളിപ്പോ ഒരു കളറ് പച്ച കളറാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ എല്ലാ കളറും ഉണ്ട്. സൂര്യപ്രകാശത്തിൽ 7 കളർ. കാരണം അതിന്റെ മുമ്പ് അതിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന പരിപാടി ഉണ്ട്. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ചൂടാകുമ്പോൾ ആ ചൂട് കൂടുന്നതനുസരിച്ച് അതിന്റെ വ്യത്യസ്ത വേവ് ലെങ്ത്തിലുള്ള കളർ പുറത്തു വരുന്ന. പുറത്തെ ഇരുമ്പ് ചൂടാക്കുകയാണെങ്കിൽ ഇരുമ്പുകൾ ഇങ്ങനെ കുറെ ചൂടാക്കുമ്പോൾ അത് ചുവപ്പ് നിറവും, പിന്നെ പച്ച നിറവും, അല്ല പച്ചല്ല മഞ്ഞ നിറവും, പിന്നെ ബ്ലൂ കളർ വരും. ഇതൊക്കെ ഇരുമ്പിൽ ചൂടാക്കുമ്പോൾ കാണാൻ പറ്റും. അതൊക്കെ വ്യത്യസ്ത ടെമ്പറേച്ചറിൽ അതിന് വ്യത്യസ്ത വേവ് ലെങ്ത് വരുന്ന. അപ്പൊ അതുപോലത്തെ ഈ സൂര്യന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ്. അതെങ്ങനെ വെച്ചാൽ സൂര്യന്റെ ഉള്ളിൽ ആണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. സൂര്യന്റെ സെൻട്രൽ കോറിലാണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. ആ ന്യൂക്ലിയർ ഫിഷന്റെ പിന്നെ ചൂട് പുറത്തേക്ക് ഇങ്ങനെ ഈ ഇരുമ്പ് ചൂടാക്കുമ്പോൾ നമ്മൾ ഈ ചൂട് ഇരുമ്പിലേക്ക് കയറുന്ന മാറ്റം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രകാശം നമുക്ക് ഇങ്ങോട്ട് സൂര്യന് ഇങ്ങോട്ട് എത്താൻ 8 മിനിറ്റ് മതി. പക്ഷെ ആ സൂര്യന്റെ കോർന്ന് ഇങ്ങോട്ട് പിന്നെ അതിന്റെ പുറത്തേക്ക് എത്താൻ ആയിരക്കണക്കിന് വർഷങ്ങൾ പറഞ്ഞാണ്. ആ ആയിരക്കണക്കിന് വർഷങ്ങൾ സൂര്യന്റെ ഉള്ളിൽ സഞ്ചരിച്ചിട്ടാണ് സൂര്യന്റെ പുറത്തേക്ക് എത്തുന്നത്. എന്നിട്ട് പിന്നെ സൂര്യന്റെ പുറത്തുനിന്ന് ഇങ്ങോട്ട് എത്തുന്ന ഒരു 8 മിനിറ്റ് ഉണ്ട്. അടുത്ത സൂര്യനും ഇതായിട്ടുള്ള ദൂരം കണക്കാക്കുമ്പോൾ, പ്രകാശവർഷം കണക്കാക്കുമ്പോൾ 8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്തും സൂര്യനുള്ള പ്രകാശം. ശരി. അപ്പൊ ഈ പ്രകാശം വരുമ്പോൾ പ്രകാശത്തിൽ ഒരു നിറം മാത്രമല്ല ഉള്ളൂ, അതിൽ 7 നിറങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഈ നമ്മളെ ഇന്ത്യയിൽ ഒരു നോബൽ പ്രൈസ് കിട്ടിയ സയന്റിസ്റ്റ് ഉണ്ട്, ഡോക്ടർ രാമൻ. നിങ്ങൾ കേട്ടണമല്ല? അത് പിന്നെ എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശിലാണ് ഡോക്ടർ രാമൻ. അതിൻ്റെ അകത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഡോക്ടർ രാമൻ സ്പെക്ട്രം. അയാൾ സ്പെക്ട്രത്തിൽ കൂടി നമ്മളെ ഈ സൂര്യന്റെ പ്രകാശങ്ങളെ വ്യക്തിത്വ വിലയിരുത്തി കാണാൻ പറ്റുന്നുള്ള ഒരു ഇതാണ് പ്രൊജക്റ്റാണ്. അതിന്മേലെ അയാൾക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. അതായത് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെ സ്പെക്ട്രം ഉണ്ടല്ലോ, അങ്ങനെ ഷേപ്പ് ആയിട്ടല്ലേ, അതിനുള്ളിൽ കൂടി ഈ പ്രകാശം കടത്തിയിട്ടാൽ, സൂര്യപ്രകാശം കടത്തിയിട്ടാൽ അത് 7 നിറങ്ങളായിട്ട് ഡൈവേർട്ട് ചെയ്യും, അല്ലേ? അതാണ് മഴവില്ല്. എങ്ങനെ വെച്ചാൽ മഴവില്ല് അങ്ങനെ വരാൻ കാണിച്ചിട്ട് ഈ വെള്ളത്തിന്റെ തുള്ളികളില്ലേ, വെള്ളത്തിന്റെ തുള്ളികൾ ഒന്നായിട്ട് ഇങ്ങനെ മഴ മൂടി വെക്കുമ്പോൾ അതിൽ നിറയെ പിന്നെ ഇതാണല്ലോ മറ്റേ നീരാവി. ആ നീരാവി പറഞ്ഞ വെള്ളമാണല്ലോ. ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടി ഈ പിന്നെ സൂര്യപ്രകാശം കടത്തിരുമ്പോൾ അതൊരു വലിയൊരു സ്പെക്ട്രായിട്ട് വ്യത്യസ്ത കളറുകൾ സെപ്പറേറ്റ് ആയിട്ട് വന്ന് ഇങ്ങനെ നിൽക്കും. അതാണ് മഴവില്ല്. ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നത് അതിനാ മഴവില്ല്. അതാണ് മഴവില്ല്. പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണാം നല്ല ഭംഗിയിൽ പല കളറുകളും, അല്ലേ? അപ്പം ഈ സൂര്യന്റെ പിന്നെ ഉള്ളില് ഉള്ള ഈ
ഈ ന്യൂക്ലിയർ ഫുഷൻ എന്ന് വരുന്ന ഈ ചൂട് ആയിരക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചിട്ടാണ് സൂര്യന്റെ പുറത്തെത്തുന്നത്. പുറത്തെത്തി അവിടെ നിന്ന് 8 മിനിറ്റ് നമുക്ക് നമ്മൾ എത്തുകയാണ്. പിന്നെ അവിടെ എം ടി അല്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഈ വരുന്ന നിറത്തിലെല്ലാം ഉണ്ടാവും. അതിൽ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള പല റേസും ഉണ്ടാവും. അതൊക്കെ അവിടുന്ന് വൈന്ന് തടയും. മറ്റേ നമ്മൾ ഓസോൺ ലെയറിലും ഭൂമിന് ചുറ്റുള്ള അത് തടയും. പിന്നെ വരുന്ന പ്രകാശം നമുക്ക് അത് ഡൈവേർട്ട് ആക്കിയിട്ട് ഡിഫറെൻറ്റ് കളറിൽ ആക്കാൻ പറ്റും. എങ്ങനെ വെച്ചാൽ നമ്മൾ പച്ച ഇല കാണുമ്പോഴേ നമ്മളെ പച്ച നിറത്ത് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം ഈ സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് വരുന്ന എല്ലാ നിറം മൂപ്പരിന്റെ അബ്സോർവ് ചെയ്യും. എന്നിട്ട് അതിന്റെ പച്ച നിറം മാത്രം മൂപ്പര് പുറത്തേക്ക് വിടും. അതാണ് നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ആ പച്ച സാധനത്തിന് മുകളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ അതിന്റെ പിന്നെ അതിൽ വരുന്ന എല്ലാ നിറങ്ങളും അത് അബ്സോർവ് ചെയ്തിട്ട് ഒരു നിറം മാത്രം നമ്മൾ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആ സാധനത്തിന് പച്ച നിറമായി കാണുന്നത്, പച്ച ഇലയായിട്ട് കാണുന്നത്. ഒരു ചുവപ്പ് സാധനം കാണുമ്പോൾ ആ ചുവപ്പ് സാധനത്തിലേക്ക് അടിക്കുന്ന പ്രകാശം എല്ലാം അത് അബ്സോർവ് ചെയ്തിട്ട് ആ ചുവപ്പ് മാത്രം റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ശരിക്കും അവിടെ അങ്ങനെ നടന്നില്ല. അപ്പൊ അത് പിന്നെ നമ്മൾ കാണുന്ന നമ്മളെ ഈ മെഷീനിന് വേണ്ടി പഠിച്ചവന് ഉണ്ടാക്കിയ ഒരു ടെക്നോളജിയാണ്. അപ്പൊ അതിങ്ങനെ അതില് തട്ടിയാൽ അതിലെല്ലാ നിറം റിഫ്ലക്ട് ചെയ്യില്ല. ഓരോരോ സാധനങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള റിഫ്ലക്ഷൻ ആണ്. ആ റിഫ്ലക്ഷൻ നമ്മൾ കണ്ണിലേക്ക് തട്ടും. ഇനി ഒന്നും റിഫ്ലക്ട് ചെയ്യാത്ത സാധനം ഉണ്ട്, അതാണ് കറുപ്പ് നിറം. കറുപ്പ് നിറം എന്ന് പറഞ്ഞാൽ ശരിക്ക് അതായത് കറുപ്പ് നിറം അതാണ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോഡിയിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് മുഴുവൻ അബ്സോർവ് ചെയ്യുന്ന. പക്ഷെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബോഡി ഇപ്പോൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കംപ്ലീറ്റ് അബ്സർവ് ചെയ്യുന്ന ബ്ലാക്ക് ബോഡി ഇതുവരെ നമ്മൾ എവിടെയും കണ്ടെത്തിയില്ല. കാര്യം കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറിയ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരാളെ ഒരു ബ്ലാക്ക് കളർ ഒരു ചിത്രകാരൻ വരക്കുമ്പോഴേ ഒരു തലമുടി വരക്കുകയാണെങ്കിൽ തലമുടി മുഴുവൻ ബ്ലാക്ക് ആയിട്ടല്ല ഇടൂല. കാരണം അതിൽ ബ്ലാക്കും കുറച്ച് വെള്ളയും എല്ലാം ചേരുമ്പോഴാണ് അത് നമുക്ക് തലമുടിയിട്ട് കാണുള്ളൂ. മുഴുവൻ ബ്ലാക്ക് ആയ എന്തോ ഒരു സാധനം വേണം. അപ്പൊ അങ്ങനെ അതിനെ ഫുള്ളായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഫുള്ളായിട്ട് അബ്സോർവ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ബോഡി ഇതുവരെ കണ്ടെത്തിയില്ല. അതുകൊണ്ട് നമ്മൾ എന്തൊരു കറുത്ത സാധനം അത് ഫുള്ളായിട്ട് ബ്ലാക്ക് ബോഡി അല്ല അത്. അപ്പൊ ഇതാണ് അതിന് പിന്നെ ചൂടാക്കുമ്പം അത് എല്ലാ നിറങ്ങളും പുറത്തു കയറും. അതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നാണ് യഥാർത്ഥ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് സൂര്യപ്രകാശം നടക്കുന്നത്. എല്ലാ നക്ഷത്രങ്ങളും പ്രകാശം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, എല്ലാ നക്ഷത്രങ്ങളും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേറെ വിധത്തിലുള്ള നിറങ്ങളും വരും. അത് പിന്നെ പിന്നെ ഇത് പിന്നെ എന്താ പറയാ, അത് നിറങ്ങൾ സ്പെഷ്യലായിട്ട് വരുന്ന നിറങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആറ്റമിലെ ന്യൂക്ലിയറില്ല മറ്റേ ഇലക്ട്രോൺസിന്റെ ഒരു പ്രത്യേക സങ്കലനത്തിൽ വേറെ നിറങ്ങൾ വരും. ആ നിറങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളൊക്കെ കാണുന്ന മറ്റേ ഇതിലൊക്കെ ബൾബില്ലേ, ഈ ബൾബിൽ നമ്മൾ പഴയ ബൾബിന്റെ ആ ലൈറ്റ് പറഞ്ഞാൽ വളരെ മനോഹരമാണ് അല്ലേ, ആ ഒരു വാം കളറുള്ള. അതാണ് യഥാർത്ഥത്തിൽ പിന്നെ ശരിക്കുള്ള അതിലെല്ലാ കളറും ഉണ്ട്. പണ്ടത്തെ ബൾബിൽ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ പുതിയ ബൾബ് പറഞ്ഞാൽ ഈ LED പറഞ്ഞാല് അതില് ഓല സ്പെസിഫിക് ആയിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള കളർ മാത്രം എടുത്ത് വെള്ള നിറത്തിൽ കാണാം. അതിൽ വേറൊന്നുമില്ല, ഒറ്റ അങ്ങനെ ആക്കിയത്. അതിന്റെ ഭംഗി പോയി. നമ്മളെ പണ്ടത്തെ ആ ബൾബിന്റെ ഭംഗി ഇപ്പൊ ഉണ്ടോ? പണ്ടത്തെ പിന്നെ നിങ്ങൾ ആലോചിക്കുക, ഫിലമെന്റ് ബൾബ് അതൊരു സ്ഥലത്ത് കത്തിച്ചാൽ അത് നല്ലൊരു നമുക്ക് മനസ്സിനൊരു കുളിമോ അല്ലേ. ഇതിങ്ങനെ വെള്ളാത്ത ഒന്നായിട്ട് വെളിച്ചം കാണുമ്പോൾ ഒരു നമുക്ക് നമ്മളെ മനസ്സായിട്ടൊരു ഇതാകുന്നില്ലേ, മനസ്സിലായില്ലേ? പക്ഷെ അതാണ് അതിന്റെ സംഗതി. അതിലെല്ലാ കളറും ഇല്ല. ഈ പിന്നെ ഈ LED ലൈറ്റ് ഉണ്ടല്ലോ, വെള്ള ബൾബ് അല്ലെങ്കിൽ വാമുണ്ട്, അതിൽ ആ കളർ മാത്രമേ ഉള്ളൂ. മറ്റാണ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സങ്കലനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നാമത് പിന്നെ നമ്മൾ കാണുന്നത് ഈ പ്രകാശം നമ്മളെ അല്ലെങ്കിൽ കളറ് കാണുന്നത് ആ കളറിലുള്ള സാധനങ്ങൾ ഈ സൂര്യപ്രകാശത്തിനുള്ള വിവിധ നിറങ്ങൾ ബ്ലാക്ക് ബോഡി റേഡിയേഷന് നമുക്ക് ആവശ്യമുള്ള എല്ലാം അവർ വലിച്ചെടുത്തിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്ന അത് മാത്രമേ നമ്മൾ കാണുന്നത്. കാരണം ഗ്രീൻ ആണെന്ന് ഗ്രീനിന്റെ മുകളിൽ അത് പ്രകാശം വരുമ്പോൾ എല്ലാ കളർ പോലും വലിച്ചെടുത്തിട്ട് ആ ഗ്രീൻ മാത്രം റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അത് ഗ്രീൻ കളറായിട്ട് കാണും. ചുവപ്പാണെങ്കിൽ ചുവപ്പ് കളറായിട്ട് കാണും. അതേപോലെ അത് റിഫ്ലക്ട് ചെയ്യുന്നതനുസരിച്ചാൽ അത് നമ്മൾ കണ്ണിന് ടെക്നോളജിയാണ്. നമ്മളെ കണ്ണ് നമ്മളെ ബോഡിക്ക് വേണ്ടി ഉണ്ടാക്കിയ കണ്ണാണ് അല്ലേ. അപ്പോൾ ആ കണ്ണ് ടെക്നോളജിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ കാണുന്നത്. അത് ശരിക്കും അങ്ങനൊന്നും ഇല്ല അവിടെ, വെറുതെ അതൊക്കെ ഒരു ഇല്യൂഷനാണ്, മനസ്സിലായില്ലേ? പക്ഷേ അതൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്, എല്ലാ കളറും കാണുന്നത്. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നും. അപ്പോൾ ഈ കളറൊക്കെ കാണുന്നത് വെച്ചാൽ അത് ആ കളർ മാത്രം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. മറ്റേ കളറൊക്കെ വെറുതെ ഇപ്പൊ നമ്മൾ പിന്നെ കറുത്ത കുട ഉപയോഗിക്കില്ല. കറുത്ത കുട ഉപയോഗിക്കുന്നതല്ല, കാരണം വെച്ചാൽ അതിന്റെ സൂര്യപ്രകാശത്തിന് ലൈറ്റ് വരുമ്പോൾ അതെല്ലാം വലിച്ചെടുക്കും. അതിന്റെ ഒരു ബ്ലാക്ക് ബോഡിയാണ്. പക്ഷെ കംപ്ലീറ്റ് ബ്ലാക്ക് ബോഡി അല്ല, എന്നാലും അതിലധികം പിന്നെ ഇത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് പിന്നെയും അതിങ്ങനെ ഇതായിട്ട് വരും, മനസ്സിലായില്ലേ?
അപ്പോൾ അതുകൊണ്ടാണ് ചിലർ ബ്ലാക്ക് കുട ഉപയോഗിക്കുക. ഇപ്പോൾ ബ്ലാക്ക് ഓടിപ്പോയി, ഇപ്പോൾ കുടയൊക്കെ വളരെ കളറിലൊക്കെ ആയി അങ്ങനെ. അപ്പോൾ ഇതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ചൂടാകുമ്പോൾ ചൂട് കൂടുന്നതനുസരിച്ച് വ്യത്യസ്ത നിറങ്ങളിലുള്ള പ്രകാശം പുറത്തേക്ക് വിടും. അതിനാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളിലും സൂര്യൻ നിന്നൊക്കെ വരുന്ന ലൈറ്റ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് വരുന്ന ലൈറ്റാണ്. അതൊരു പ്രത്യേക ടെമ്പറേച്ചറിൽ പോകുമ്പോഴാണ് നമുക്ക് വെള്ള നിറത്തിൽ കാണുന്നത് സൂര്യൻ്റെ. പക്ഷെ അത് പിന്നെ വെള്ളമല്ല യഥാർത്ഥത്തിൽ, അത് പിന്നെ 7 നിറങ്ങളുണ്ടായിട്ട് 7 നിറങ്ങളും സൂര്യപ്രകാശത്തിലുണ്ട്. അത് നമുക്ക് ഒരു സ്പെക്ട്രം ഉപയോഗിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമ്മൾ ഏതൊരു കളറിലാണോ വീഴുന്നത് ആ കളർ മാത്രമേ അതിന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് മറ്റൊക്കെ വലിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ കളർ കാണുന്നത്. ശരി, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.